ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് പലരിലും കണ്ടുവരുന്ന മുഖക്കുരു അഥവാ പിമ്പിൾസ്. ഇന്ന് ധാരാളം ആൾക്കാരിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മുഖക്കുരു. മുഖത്തിൽ കുരുക്കൾ വരുമ്പോൾ പലർക്ക് പല രീതിയിലാണ്. ചിലർക്ക് പൊട്ടി പഴുത്ത് അത് മാഞ്ഞു പോകും, ചിലർക്ക് ആ പാടുകൾ അതുപോലെ തന്നെ ഉണ്ടാവും. മറ്റു ചിലർക്ക് ഈ മുഖക്കുരു വന്ന് പൊട്ടിപ്പോയ ഭാഗങ്ങൾ കുഴി വീണ് ആ കുഴി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് ഈ മുഖക്കുരു ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ, മുഖക്കുരു വരുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അമിതമായ ബോഡി ചൂട്, നമ്മുടെ ശരീരത്തിൽ അധികം ചൂട് കൊള്ളുന്നത് കാരണമാണ് മുഖക്കുരു പലരിലും കണ്ടുവരുന്നത്. പിന്നെ ഇനിയും ചിലർക്ക് ഉറക്കക്കുറവ്, ടെൻഷൻ ഇവ കാരണവും മുഖക്കുരു ധാരാളം പലർക്ക് വരുന്നു. പിന്നെ ചില ഭക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ചില ഭക്ഷണങ്ങൾ ചൂട് നേച്ചർ ഉള്ളതാണ്. അത് കഴിച്ചാൽ ബോഡി ഹീറ്റ് കൂടും. ബോഡി ഹീറ്റ് കൂടിയാൽ ഈ മുഖക്കുരു, അതുകൂടാതെ പല അസുഖങ്ങൾ തന്നെ നമുക്ക് വരുന്നുണ്ട്. മുഖക്കുരു കൂടാൻ ചൂടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കോഴിമുട്ട, കോഴിയിറച്ചി, പൈനാപ്പിൾ, പപ്പായ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ശരീരത്തിന് അമിതമായ ചൂട് ഉണ്ടാക്കാൻ കാരണമായി തീരുന്നു. അതുകൊണ്ട് മുഖക്കുരു വരുന്നവർ കഴിയുന്നതും ഈ ചൂടുള്ള ഭക്ഷണങ്ങൾ, ഞാൻ പറഞ്ഞ കോഴിമുട്ട, കോഴിയിറച്ചി, പപ്പായ, പൈനാപ്പിൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അച്ചാറുകൾ ഒഴിവാക്കുക. പിന്നെ ഡ്രൈനെസ് കാരണവും ചിലർക്ക് മുഖത്തിൽ ഡ്രൈ സ്കിൻ ഉണ്ടായി അത് ചിലർക്ക് കുരുക്കൾ ഉണ്ടാകുന്നു. അമിതമായ എണ്ണ ഉപയോഗിക്കുന്നത് കാരണവും ചിലർക്ക് ഓയിലി സ്കിൻ വന്ന് അതിലും മുഖക്കുരു ഉണ്ടാകുന്നു. ഇങ്ങനെ രണ്ടും ഉണ്ട്. ഡ്രൈ സ്കിന്നിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്കും വരുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും ഫലപ്രദമായ ഒരു സംഭവമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പാല് ധാരാളം കുടിക്കുക എന്നതാണ്. പാല് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കും. ഏത് ചൂട് ഉള്ള ശരീരം ആയിരുന്നാൽ പോലും കൂടുതൽ പാല് കുടിക്കുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ ഈ ബോഡി ഹീറ്റ് കുറയ്ക്കുവാനും അത് കാരണം ഉണ്ടാകുന്ന ഈ മുഖക്കുരു ഇല്ലാതാവാനും ചെയ്യും. പിന്നെ മുഖക്കുരു ഉള്ളവർ അത് പൊട്ടിച്ച് കളയരുത്. കൂടുതൽ കൈകൊണ്ട് നെക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് നിന്ന് പഴുപ്പും ചെറിയ ആണി പോലത്തെ ഒരു സംഭവം പുറത്താവും. അത് ചിലപ്പോൾ അത്തരം ആൾക്കാരിൽ മുഖക്കുരു വന്ന ഭാഗങ്ങളിൽ ഒരു കുഴി വരാൻ സാധ്യതയുണ്ട്. ചിലർ നമുക്ക് കണ്ടാൽ അറിയാം, മുഖം മുഴുവനും രണ്ട് സൈഡ് 100 കണക്കിൽ കുഴികൾ പോലെ കാണും. പക്ഷേ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും അത് അവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ആയതുകൊണ്ട് മുഖക്കുരുള്ളവർ കഴിയുന്നതും ആ മുഖക്കുരുവിൽ തൊടരുത്, അത് നെക്കി കളയരുത്. പിന്നെ അതിന് ചില മരുന്നുകൾ ഇന്ന് അവൈലബിളാണ്. മുഖക്കുരു ഉള്ളവർ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ പാല് കഴിക്കുക, അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ചൂടുള്ള ഭക്ഷണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈനാപ്പിൾ, പപ്പായ, കോഴിമുട്ട ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ അത് കഴിയുന്നതും ഒഴിവാക്കുക. മുഖക്കുരുള്ളവർ ഈ വെള്ളരിക്ക ധാരാളം കഴിക്കാം. പിന്നെ മുഖക്കുരുള്ളവർ പാലിൻ്റെ പാട മുഖത്തിൽ അങ്ങ് ഒട്ടിച്ച് വയ്ക്കുക. അതുകൂടാതെ ധാരാളം മുഖക്കുരു ഉള്ളവർ ചന്ദനവും രക്തചന്ദനവും നന്നായിട്ട് പനിനീരിൽ ഉരച്ച് കുഴമ്പ് പോലെ ആക്കി മുഖത്തിൽ പുരട്ടിയിട്ട് കിടന്നാൽ മുഖക്കുരു പെട്ടെന്ന് കുറയും, ബോഡി ഹീറ്റും കുറയും. ഇത് വേണമെങ്കിൽ ശരീരത്തിലും പുരട്ടാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ രാമിച്ചം, നറുനഞ്ചിക്കിഴങ്ങ് ഇവ വെള്ളത്തിട്ട് തിളപ്പിച്ച് ഈ വെള്ളം ധാരാളം കുടിക്കുക. ഇത് ശരിക്കും ബോഡി ചൂട് കുറയ്ക്കുവാനും മുഖക്കുരു അതുപോലെ മാത്രമല്ല പല അസുഖങ്ങൾ, യൂട്രസ് കംപ്ലൈൻറ്റിലും അത് കാരണം ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജ്
ഇതെല്ലാം കുറയ്ക്കുവാൻ ഇത് സഹായിക്കും. ഡ്രൈ സ്കിന്ന് കുറയ്ക്കും, ബോഡി ഹീറ്റിനെ കുറയ്ക്കും. അതുകൊണ്ട് ഇത്തരം ആൾക്കാർ ഇത് നറുനണ്ടി കിഴങ്ങും അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ മറ്റേ ഇത് രണ്ടും ചേർത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് ധാരാളം കഴിക്കുക. സാധാരണ വെള്ളം കുടിക്കുന്നതിന് പകരം ഇത് രണ്ട് ഒറ്റമൂലി സാധനങ്ങളും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കുടിക്കാവുന്നതാണ്. പിന്നെ ടെൻഷനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. കൂടുതൽ ടെൻഷൻ വേണ്ട. ടെൻഷനാകുമ്പോൾ ബോഡി ഹീറ്റാവും. അതുപോലെ തന്നെ നന്നായിട്ട് സമയത്തിന് കിടന്ന് ഉറങ്ങുക. ഉറക്കവും ഒരു പരിധിവരെ മുഖക്കുരുവിനെ കൂട്ടുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം ചെയ്താൽ പോലും ചില മരുന്നുകൾ സിദ്ധായിലുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഏലാദി ചൂർണം, കാവിക്കൽ ചൂർണം, പിന്നെ ഞങ്ങളെ സിദ്ധായിൽ തന്നെ വരുന്ന സിലാസത്ത് ഭസ്മം, പിന്നെ കുങ്കിലിയ ഭസ്മം, ഇതെല്ലാം നമ്മുടെ ബോഡി ചൂട് കുറയ്ക്കുവാനും ചൂട് കാരണം ഉണ്ടാവുന്ന പലതരം മുഖക്കുരു ഉൾപ്പെടെ പലതരം അസുഖങ്ങളെ മാറ്റുവാനും സഹായിക്കും.